കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കുറച്ച് മതപണ്ഡിതർ, അതും പ്രത്യേകിച്ച് ഇസ്ലാം മതപണ്ഡിതർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം പറയണ്ട, അവരെ കഴിഞ്ഞുള്ള എല്ലാം ഓരോരുത്തർ ഇറങ്ങിയിട്ട് പബ്ലിക് ഇൻട്രാക്ഷൻ നടത്തുക. നല്ല രസമുണ്ട്, കോമഡിയാണ്, ഭയങ്കര കോമഡിയാണ്, നല്ല രസമുണ്ട് കേൾക്കാൻ. ഇവന്മാരെ പലയിടത്തും ചെന്നിരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാന്ന് ഇവരുടെ പരിപാടിയൊക്കെ ഭയങ്കര പൊട്ടത്തരാണ് പറയുന്നത്, നല്ല ഊളത്തരം. പടച്ചോനെ ദൈവം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ വിളിച്ചു പോയ പടച്ചോനല്ലേ, പടച്ചോനാണ് ദൈവം, ദൈവമാണ് പടച്ചോൻ, പടച്ചോറ് ഏതാണ്ടൊക്കെ പറയാം, ഏതാണ്ട് സാധനം അതാണ് പടച്ചോൻ. എന്താണ് ദൈവം? ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ആ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. അപ്പൊ ഈ തൂണിലും തുരുമ്പിലും കക്കൂസിലും സെപ്റ്റി ടാങ്കിലും ഒക്കെ ഇരിക്കുന്ന ദൈവം എന്ത് ദൈവമോ? പ്രപഞ്ചത്തിന് പുറത്താണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് എവിടെ വരെയാണെന്നൊന്ന് പറയാമോ? പ്രപഞ്ചത്തിന്റെ പുറത്താണ്. ഓക്കെ, ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പടച്ചോൺ ഓർ ദൈവം ഈസ് ഇത് പടച്ചോൺ ഓർ ദൈവം ഈസ് പ്രപഞ്ചത്തിന് പുറത്ത്. എന്ത് രസമല്ലേ ഇവന്മാർ എവിടെ നിന്ന് ഇതൊക്കെ പഠിക്കുന്നേ? സയൻസ് എന്ത് പഠിക്കാനുള്ളതാ? സയൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല. നിങ്ങൾ ഇതൊക്കെ പഠിച്ച അവിടെ എങ്ങനെ നടക്കുന്നേ? എന്തിനീ നാട്ടുകാരുടെ വന്ന് ഈ നാണങ്ങടാ നിൽക്കുന്നേ? പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ പറ്റി പഠിക്കാനുള്ളതാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എല്ലാന്നേ പറയാന്ന്. ഇപ്പോൾ സയൻസ് എവിടെ വരെ എത്തിയോ അവിടെ വരെയാണ് പ്രപഞ്ചം. അല്ലാതെ ദൈവം എവിടെ വരെ എത്തിയെന്നാണ് പ്രപഞ്ചം എന്ന് ആയിരുന്നെങ്കിൽ ഒരു 1000 വർഷം മുമ്പ് 2000 വർഷം മുമ്പ് വേണ്ട ഈ ആകാശത്തിന്റെ മണ്ടയ്ക്കാണ് ദൈവം. ഉറച്ച ഒരു ആകാശത്തിന്റെ മുകളിൽ കസേരയൊക്കെ ഇട്ടിരിക്കുന്ന ദൈവത്തെ പോലെ വിചാരിച്ചിരുന്നവരാ ഈ മനുഷ്യർ. അന്നും ഈ ദൈവം ഇവിടെ ഉണ്ട്. 2000 വർഷം മുമ്പാണല്ലോ പുത്തളം കിത്തളൊക്കെ എഴുതിയേക്കുന്നത്. അന്ന് ആൾക്കാരോട് ചോദിച്ചിരുന്ന അവർ എവിടെ വരെ പ്രപഞ്ചം എന്ന് പറഞ്ഞേനെ. ശരിക്കും സയൻസ് കൊണ്ട് ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുന്നത്? ഈ പ്രപഞ്ചത്തിനുള്ളിലുള്ളതിനെ കുറിച്ച്, അതായത് മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് പഠിക്കാനുള്ള സയൻസ് കൊണ്ട് മെറ്റീരിയൽ വേൾഡിന്റെ പുറത്തുള്ള ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ. അമ്പടാ ബുദ്ധിമാനേ, പുള്ളിമാനെ, പേടമാനെ, ബുദ്ധിമാനെ. പ്രപഞ്ചത്തിന്റെ ഉള്ളിലെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സയൻസ് എന്തുകൊണ്ട് എങ്ങനെ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ കണ്ടെത്താൻ? അതിനിപ്പോൾ സയൻസ് ദൈവത്തെ അന്വേഷിക്കുന്നൊന്നുമില്ല. ആരാ അങ്ങനെ ഒരു റിസർച്ച് നടക്കുന്നത്? ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാവോ? ഇമാതിരി പൊട്ടന്മാർ നടന്ന് പറയുന്നതല്ലാതെ സയന്റിഫിക് റിസർച്ച് എവിടെയാ ആത്മാവിനെ പറ്റിയോ ദൈവത്തെ പറ്റിയോ ഒക്കെ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ആരും ഒരിടത്തും കേട്ടിട്ടില്ല. ഇനി എവിടെയെങ്കിലും വല്ല അറബി രാജ്യത്ത് വല്ല ഇരുന്ന് വല്ല ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കേട്ടോ, മെറ്റൽ ഡിറ്റക്ടർ എക്സാമ്പിൾ ഉള്ള മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പ്ലാസ്റ്റിക് ഡിറ്റക്ട് ചെയ്താൽ എങ്ങനെ വെക്കുമെന്ന്. മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ട് മെറ്റൽ മാത്രം ഡിറ്റക്ട് ചെയ്താൽ പ്ലാസ്റ്റിക് അല്ലാതെ വേറെ ലോകത്ത് എന്ത് സാധനം എടുത്ത് തീട്ടെടുത്ത് വെച്ചാലും ഈ പറഞ്ഞ പോലെ ഗോൾഡ് എടുത്ത് വെച്ചാലും ഗോൾഡ് പറയാൻ പറ്റത്തില്ല, ഗോൾഡ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞ വേറെ എന്തെങ്കിലും എന്ത് സാധനമാണെങ്കിൽ അതൊന്നും അങ്ങനെ ഡിറ്റക്ട് ചെയ്യത്തില്ല. ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല? അതിൽ നിങ്ങൾ കേറേണ്ടതായിരുന്നു, പക്ഷെ ദൈവം കാരണം ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ലെന്നോ? ദൈവത്തെ തെളിയിച്ചിട്ടില്ലല്ലോ. ഇവരെന്ത് ഇവരെവിടുന്ന് ഇങ്ങനെ പൊട്ടന്മാരാവാനും വേണ്ടി എന്താ പഠിച്ചത് ഇവര്? ഇതൊരു വല്ലാത്ത പഠനമാണല്ലോ ഈ മതപഠനം. ഇങ്ങനെ പൊട്ടനാവണമെന്നുണ്ടെങ്കിൽ വേറെ ഒരിടത്തും പോയി പഠിച്ചാൽ ഇത്രയും പൊട്ടനാവാൻ പറ്റത്തില്ല. ഇതൊരു പ്രത്യേകതരം പൊട്ടത്തരം, കഷ്ടം. അതിൽ നിങ്ങൾ കേറേണ്ടതായിരുന്നു, പക്ഷെ ദൈവം കാരണം അങ്ങനെയല്ല പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞത് പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ഉദാഹരണം. ചിലപ്പോൾ ഇങ്ങനെ സ്വീകരിക്കും, എപ്പോഴും ഇങ്ങനെ കൊള്ളുന്നില്ല. അതാണ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ, ട്രെയിൻ കിട്ടാൻ വേണ്ടിട്ടാ. റിസൾട്ട് എന്താണ്? ട്രെയിനിന്റെ ഉള്ളത്തെ അപകടം ഒഴിവാക്കിയിട്ടാണ്. മനസ്സിലായോ? എന്തോടെ ഇവരുടെ പ്രശ്നം? ഞാൻ പ്രാർത്ഥിക്കുന്ന ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചോനായിട്ട് ട്രെയിനിന് അപകടം. ഇപ്പൊ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഇവ മാത്രമേ യാത്ര ചെയ്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് അപകടം പറ്റിയ കുഴപ്പമില്ലേ? നമ്മൾ പറയുന്നത് കേട്ടോ, ദൈവത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന രീതിയെ പറ്റി പറയുന്നത്. സമയത്തിൽ എത്താത്തതിനോടല്ല ട്രെയിൻ ഇട്ടാത്തെ, അതിനൊക്കെ ദൈവത്തിന്റെ കല്യാണം പ്രാർത്ഥന സ്വീകരിക്കുന്ന പറഞ്ഞില്ലേ, പ്രാർത്ഥന സ്വീകരിക്കുന്ന രീതി ഇങ്ങനെയാണ്. ദൈവത്തിന്റെ പ്രാർത്ഥന സ്വീകരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഇന്ന വിടുന്ന് എനിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെ സ്പോട്ടിൽ അപ്പോയിന്റ്മെന്റ് കൈ കിട്ടുന്നല്ല. അയ്യോ, അങ്ങനെയാ വേണ്ടത്. അതറിയത്തില്ല ഇവനെന്തൊരു വിശ്വാസിയാ. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ദൈവം സർവ്വജ്ഞാനി, സർവ്വവ്യാപി, സർവ്വശക്തനാണ്. ഇപ്പൊ നടക്കും. അങ്ങനെയാ. പിന്നെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നടത്താൻ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അത് ദൈവത്തിനെ തിരുത്തുന്ന പോലെ പോകും. ദൈവത്തിന് തിരുത്താൻ പ്രാർത്ഥിച്ചാലും നടക്കത്തില്ല. അങ്ങനെയുണ്ട് ദൈവത്തിന് സർവ്വജ്ഞാനം ഇല്ലെന്ന് പറയും. ഇതൊന്നും കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഒരുപാട് പഴയ തിയറിയാണല്ലോ ഞാൻ ഈ പറഞ്ഞത്. സർവ്വശക്തനാണ്, അപ്പം മാറ്റാൻ പറ്റും. ഇനി അപ്പം മാറ്റുന്നില്ല, പ്രാർത്ഥിച്ചാലേ മാറ്റത്തുള്ളൂന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തോ സംശയം ഉണ്ടെന്ന് പറയും. അപ്പോൾ ദൈവം സർവ്വജ്ഞാനി ആവത്തില്ല. പിന്നെ ഇതൊന്നും ദൈവം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ദൈവം സർവ്വവ്യാപി ആവത്തില്ല. അതുകൊണ്ട് ദൈവത്തെപ്പറ്റി ആവശ്യമില്ലാതെ പറഞ്ഞിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് ഇനി ഞാനേത് വിശ്വാസിയാണെന്നായിരിക്കും. ഞാനിങ്ങനെ ഒരു വിശ്വാസി ആയിരുന്നുവെങ്കിൽ എൻ്റെ ദൈവം ഇങ്ങനെയാണ്. ഞാൻ ഒരിടത്തും പോയി പറയേണ്ട കാര്യമില്ല, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്താണോ തോന്നുന്നു പറയാൻ പറ്റത്തില്ല. എന്താണോ സംഭവിക്കുന്നത് സംഭവിക്കും. കാരണം എല്ലാം ദൈവം അറിയുന്നുണ്ട്. ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചേക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അതാണ് എൻ്റെ വിശ്വാസപ്രകാരമുള്ള ദൈവം. ദൈവത്തിന്റെ പ്രാർത്ഥന സ്വീകരണം എന്താണ്? എനിക്ക് ജോലി എഫേർട്ട് അല്ലേ, അത് ദൈവത്തിന്റെ കല്യാണം പറയുന്നത്? അല്ല, ഞാൻ കഷ്ടമുണ്ട്. ചെന്നങ്ങ് അളിയോ ഇറങ്ങിയല്ലേ.
ഇവന്മാരിങ്ങനെ ഇപ്പം നിർത്തി പരിപാടി. ഇവന്മാരെ ആരും പിടിച്ച് വീട്ടിൽ വല്ലതും കൊണ്ടിരുത്ത് കേട്ടോ. ഈ പൊട്ടത്തിനും പറഞ്ഞ് നടന്ന ആൾക്കാരെ പറ്റിക്കാൻ പറഞ്ഞ പിള്ളേർ എടുത്തിട്ട് ഊക്കും. ഇത് നല്ല ഊക്കാണ് കൊടുക്കുന്ന പിള്ളേർ. കൊച്ചു പിള്ളേർ ഊക്കിയിട്ട് ഇവന്മാരത് പബ്ലിഷ് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവസാനം എവിടെയെങ്കിലും കൊണ്ട് കൊളുത്തിയിട്ട് അവർ മടുക്കും ഇവന്മാരെ കൊണ്ട്. മനസ്സിലായി? ഈ വന്നിരിക്കുന്നവർക്ക് ശല്യമായിട്ട് തോന്നിയിട്ട് എല്ലാം ഓക്കെ ആണ് പൊക്കോളാൻ പറയും. അവിടെ വരെ എത്തിക്കും ഇവർ. ഇവരുടെ പരിപാടി അതായിരിക്കും ഉറപ്പാണ്. ഞാൻ ബാക്കി കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. എന്താണെങ്കിലും കൊള്ളാം. ദൈവവും ദൈവത്തിൻ്റെ കുറച്ച് ആൾക്കാരും തെണ്ടി നടക്കുക. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ദൈവം ഉണ്ടെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. കഷ്ടം. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ദൈവം ഇത്രയും കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നീയൊക്കെ നന്നായി പോയാൽ നീനക്ക് ഈ ഗതികേട് വരത്തില്ല അല്ലേ? ദൈവത്തിന് വേണ്ടി ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ലടാ. നിന്നെ മാത്രമല്ല എല്ലാവരെയും ദൈവം തന്നെ ആയിരിക്കുന്ന കൊച്ചിനെ ദൈവം അധിഷ്ഠിച്ചേക്കുന്നത്. ആ ദൈവത്തിന് അറിയാം എന്ത് വേണമെന്നൊക്കെ. ദൈവം അങ്ങനെ നീ എന്ന് പറഞ്ഞു കൊടുക്കണ്ട. ആ കൊച്ചിനെ ദൈവം തന്നെയാണ് ഈ പരിപാടി നിന്നെ ഈ കാര്യങ്ങൾ അറിയിക്കാതെ ഇരുത്തിയേക്കുന്നത്. നീ ചെന്ന് അറിയിച്ച് ദൈവവിരുദ്ധ പ്രവർത്തനം നടത്തരുത്. മനസ്സിലാവുന്നുണ്ടോ മൊണ്ണെ? ഇതുപോലെ പാഴുകൾ. ഇവനെന്ത് വിശ്വാസി എന്നാണ് പറയുന്നത്? അപ്പോൾ ഇവൻ്റെ ദൈവം എന്താ കുറഞ്ഞ ദൈവമാണോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നത്. നിന്റെ ദൈവത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അതുകൊണ്ടാണല്ലോ നീ ഇറങ്ങേണ്ടി വരുന്നത് ഇതും പറഞ്ഞുകൊണ്ട്. എനിക്കാരും അങ്ങനെ തോന്നുന്നില്ല. ഞാൻ വിശ്വസിച്ച ദൈവം എന്നും ഈ പറഞ്ഞ പോലത്തെ ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല. അല്ല ദൈവം ഞാൻ പ്രാർത്ഥിച്ചോ അല്ലെ പറഞ്ഞു മാറ്റാമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ലടേ. ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവം പിന്നെ നീ രണ്ട് വർത്താനോ അറബിയോ ഇംഗ്ലീഷോ ഏതാണ്ടൊക്കെ കൂടെ കലക്കി ഏത് ഭാഷ പറഞ്ഞാലും എന്താ പറയുക, ഹിന്ദി പറഞ്ഞാലും തമിഴ് പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഹീബ്രുവിൽ പറഞ്ഞാലും അങ്ങനൊന്നും ഇല്ല. പിന്നെ ദൈവത്തിൻ്റെ ഭാഷ അറബിയാന്ന് പറഞ്ഞിട്ട് വന്നാന്ന് പണ്ട്. അതൊരു വേറൊരു കിഴങ്ങൻ. ഇപ്പം ദൈവം വന്നേക്കോ കുറേ ന്യൂ ജനറേഷൻ മണ്ടന്മാർ, ന്യൂ ജനറേഷൻ അന്ധവിശ്വാസികൾ, ന്യൂ ജനറേഷൻ പാഴുകൾ എന്നൊക്കെ വേണം പറയാം. അല്ലാതെ ആരും ഇത്രയും മണ്ടത്തിനും പറഞ്ഞു നടക്കത്തില്ല. ഇവനൊക്കെ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവർക്ക് മനസ്സിലാവുന്നില്ല ദൈവം എന്തുവാന്ന്. എടാ ഇവന് ഈ വിട്ടേക്കുന്ന ദൈവമാണെന്നാണ് ഇവൻ വിചാരിക്കുന്നതെങ്കിൽ അവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവം വിട്ടേക്കുക. നീ അവിടെ ചെന്ന് ആരോടും പറഞ്ഞു കൊടുക്കരുത്. അവരോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തോളൂ. അല്ല ദൈവം അവരെ മാനേജ് ചെയ്യുന്നുണ്ട്, നിന്നെ മാനേജ് ചെയ്യുന്ന പോലെ തന്നെ. അല്ലാതെ നീയും അവരും വ്യത്യസ്തരാണെന്നൊന്നും ദൈവത്തിന് അങ്ങനെ വ്യത്യാസമുണ്ടോ? പറ, എന്നെ പറ കൂട്ടാ. നീയും അവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ദൈവത്തിനുണ്ടോ? ദൈവത്തിനെല്ലാം ഒരുപോലെയല്ലേ ഉള്ളൂ. ദൈവം ഇത്രയെല്ലാം ഉണ്ടാക്കി കൂട്ടി ഇനി അറിയത്തില്ല. മനുഷ്യൻ കണ്ടുപിടിച്ച് വരുമ്പോൾ ഇനിയും പറയത്തുള്ളൂ അവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാസ്ത്രം തെളിയിക്കാൻ പറയാം അത് ദൈവം ഉണ്ടാക്കിയെന്ന് പറയാതിരിക്കുന്ന ടീമാണ്. അപ്പോൾ അത്രയും ഉണ്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നീ എന്ന് പറയണം എന്നൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പ്രപഞ്ചത്തെ പറ്റി വലിയ ധാരണയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സ് എങ്ങനെയാണ് എന്താണെന്ന് വലിയ ധാരണയില്ല. അല്ലെ നീ ഇത് പറയാൻ നടക്കത്തില്ല. കാരണം നിനക്ക് അതിനുള്ള ആളില്ല. നീ മനസ്സിലായോ? ദൈവത്തിൻ്റെ കാര്യം പറയാൻ നിനക്ക് നാണമാകുന്നില്ലേടാ? നീ ആര്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നീ ആരാ? ദൈവത്തിൻ്റെ PA അല്ല ദൈവത്തിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ അതോ PR വർക്ക് ചെയ്യുന്നവനോ? ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ ഇതൊക്കെ പറഞ്ഞു നടത്താൻ. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കാണിക്കുക, എന്തെങ്കിലും ഒരു തെളിവ് കാണണം നിന്നെയാണ് ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. നിന്റെ വർത്താനം കേട്ട് പിള്ളേരെടുത്ത് തൂക്കത്തില്ല നിന്നെ. ദൈവത്തിനെ കൊണ്ട് പറഞ്ഞു ദൈവത്തിനെ പരിചയപ്പെടുത്താൻ വന്നേക്കോ. നാണമില്ലാത്തവൻ. നീ പരിചയപ്പെടുത്തിയിട്ട് വേണോ ദൈവത്തിനെ പരിചയപ്പെടാൻ ഇവിടെ ഉള്ളവർക്കൊക്കെ? അതെന്തൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയുണ്ടോ നിന്റെ ദൈവം എന്താ കുറഞ്ഞ ദൈവമാടാ? കൊള്ളാവുന്ന ദൈവമാണ്. നിന്നെ ഇങ്ങനെയൊന്നും വിടത്തില്ല പുറത്തോട്ട്. മാർക്കറ്റിങ്ങിന് ആളെ വിടൂടാ ദൈവം. ഇവൻ്റെ ഏതോ ഡൊടുക്ക് ദൈവമാണെന്ന് തോന്നുന്നു. മാർക്കറ്റിങ്ങും PR വർക്കൊക്കെ വേണ്ട ദൈവമേ. ഊള ദൈവമായിരിക്കും. എടുത്തോണ്ട് പോടേ വല്ല തോട്ടി വല്ലതും കൊണ്ട് കളാ. അല്ല ഇങ്ങനെ ഇറങ്ങി നടക്കാതെ ഊള ഒരു ദൈവത്തെ പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കുക. നമുക്ക് ആർക്കും ഈ പ്രശ്നമില്ല. വേറെ ഈ പറഞ്ഞ ചില ക്രിസ്ത്യൻ വിശ്വാസികളും ഉണ്ട് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ആ ആളെ സംബന്ധിച്ച് അവൻ്റെ ദൈവം അത്ര കുഞ്ഞു ദൈവമാണ്. അല്ലാത്തവർക്ക് ഇത് വേണ്ട ആവശ്യം വരത്തില്ല. കാരണം ദൈവത്തിൻ്റെ പണി എടുത്തോളൂ. ദൈവം വലിയ പണി എടുത്താളാണ്. പിന്നെ ഇനി നിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്രയും മിനിമം മനസ്സിലാക്കിയാൽ ഈ പണിയായിട്ട് നീ ഇറങ്ങത്തില്ല.